വെൽക്കം ബാക്ക് ടു ദി നമ്മൾ കളിക്കാൻ പോകുന്നത് ബുള്ളി ആനിവേഴ്സറി എഡിഷൻ. അപ്പം ഞാനിത് കുറേ കളിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ, മൊബൈലിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കുറ്റക്കേട് കാരണം നമ്മുടെ അച്ഛനെ ബോഡിക്കുള്ളിൽ കൊണ്ടാക്കി. കാരണം അതിലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഗെയിമിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ്. അമ്മമാരുടെ ഏരിയയിൽ എന്നിട്ട് കുമാർക്കുള്ള ലഡുവും ജിലേബിയും ഞാൻ കൊടുക്കാം. നായാണ് വാ വാ ഒരുത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഓനെ ഉറക്കിയിട്ടുണ്ട്. ഇവനൂടെ ഉള്ളൂ. നാലഞ്ച് ജോലി എന്താന്ന് വിചാരിച്ചു. എന്താണോ ഓടുന്ന ഡയലോഗിയെ ഞാൻ തെറി വിളിച്ചളേ. അയ്യ അവൻ്റെ കൂടെ ഞാനും ആ തെറിയോ? എനിക്ക് സ്കൂളിൽ പോകണ്ടോ? അവനല്ലേ ഇത്? നീ കാരണം ഞാൻ സ്കൂളിൽ കയറിയോ? എടാ പോടാ, നീ ഒരു പട്ടിയാ. കണ്ണട നെൽത്ത് കൊണ്ടെടുക്കുന്നു. എടുത്താലോ? സെക്യൂരിറ്റി ടീച്ചറും കണ്ടു. എനിക്ക് ആരെയും ഞാനെത്തി. പ്രിൻസിപ്പളിൻ്റെ അടുത്തെത്തി. ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാണ്. അവൻ വേസ്റ്റ് സ്കൂളിൻ്റെ കൺട്രിയിലാണുള്ളത്. അവരൊക്കെ ഈ സ്കൂളിൽ പഠിച്ചവരാണ് പണ്ട്. അങ്ങനെയുള്ളവരാണ് ഇപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 1 മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ന്യൂ എനിമീസ്. ഒരു എനിമി റെഡി. അയ്യോ ടീച്ചറെ, നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞേ. ആഹാ ഇത് ടീച്ചർ പറഞ്ഞതല്ല, ജിമ്മിക്ക് തോന്നിയതാണ്. എനിക്ക് അവൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അയ്യേ ഗേൾസ് ഡൂഡായിട്ട് അത് ഞാൻ വരുന്നില്ലേ? അത് പറഞ്ഞാൽ ശരിയാവില്ല. വരണം. അയ്യോ മോണിച്ചിത്ര കഴിഞ്ഞോ? അവിടെ അവിടുന്ന്
പറഞ്ഞോ നീ ലക്കിയാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടു. ലക്കിയാണ് വീണ്ടും അടക്കാമെന്ന് വെച്ചാൽ now fight me. അടിയിൽ ഹെൽത്ത് കാറുണ്ട്. എന്റെ കണ്ണിൽ ഞാൻ കിട്ടാൻ അയ്യോ ഈ സ്കൂളിൽ ഏറ്റവും ശക്തിയുള്ള ചെക്കനാട്ടോ റഫൻ. സെക്യൂരിറ്റി ഒന്നുമില്ലായി. ഇമ്മീഡിയറ്റ്ലി നമ്മളെ യൂണിഫോം ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ ഫ്രണ്ടാണ് ഗ്യാരി. സോഡ മെഷീനിൽ നിന്ന് സോഡ കുടിക്കാം. ഗ്യാരിനെ കയറി പറഞ്ഞാലും അത് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഗ്യാരിനെ ആവശ്യമില്ല. ഇവൻ ഇപ്പോഴേ കൊടുക്കാണോ? മറ്റുള്ളവർ പോലെ ഇല്ല ടേൻ. ജിമ്മിയെ പിടിക്കാനുള്ള എനിക്ക് സോഡ ആവശ്യമാടാ. നിനക്ക് സോഡയില്ലേ വേണ്ട? അങ്ങനെ ഇന്നങ്ങ് വന്ന് കയറിയിട്ടുള്ളൂ. അപ്പോഴത്തെ 2-3 ഉടക്കി തീർക്കാനാണ് ഞാൻ. ആ ജിമ്മിയോടാണ് വന്ന് കളിക്കുന്നത്. നല്ലപോലെ എതിർക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് പകുതിയായിട്ടേ ഉള്ളൂ ഹെൽത്ത്. പക്ഷെ നമ്മളുടേത് ഫുള്ള് തീരാനായി. ഞാൻ ഒഴിഞ്ഞു മാറുക. അടിക്കടിക്കടിക്കടിക്കടിക്ക് ജിമ്മി അടിക്കടാ. ഗ്യാരിനെ ഞാൻ നോക്കൗട്ട് ചെയ്തൊക്കെ ഫുൾഷം ഫെയിലായി. നമ്മൾ നോട വാങ്ങി പിടിക്കുന്നുണ്ട്. മതി, ഇപ്പോൾ യൂണിഫോം മാറ്റട്ടെ. സേവ് ചെയ്യട്ടെ. സേവ് ചെയ്തിട്ടു. സേവ് ചെയ്യാൻ എങ്ങനെ അറിയോ? ബുക്കിൽ എഴുതി വെക്കലാണ് ഡേറ്റ്. അത് ഈ നോട്ട് ബുക്ക് അല്ലാത്ത ബുക്കിലാണോ നീ എഴുതി വെക്കുന്നത്? അയ്യേ എവിടെയൊക്കെയാ ചോദിക്കുന്നടാ. നമുക്ക് മുടിയൊന്നും വേണ്ട. ഞാനേ ഈ ഡ്രസ്സ് വേണ്ട. ഈ ഡ്രസ്സ് എന്തോ മൈലിനോട് ഇങ്ങനെ കാണി. വേറെ ഏതാ ഡ്രസ്സുള്ളത്? ഇതിനൊന്നും തരൂല. ഡ്രസ് കോഡ് എഴുതി കാണിച്ചാണ്. സൈഡിൽ ഡ്രസ് കോഡ് തെറ്റാണ്. പൊന്നിനെ ഉറക്കാൻ നോക്കുന്നു. നമുക്ക് ഇതിലൂടെ കറങ്ങി നടക്കാം. എന്താടാ ആടാ. പിന്നെ അടുത്ത വീഡിയോ ഗ്രാനി വേണോ വില്ലൻ വേണോ എന്ന് കമന്റ് ചെയ്യേ. പെട്ടിയിൽ ഒളിക്കാൻ പറ്റും. പക്ഷേ ഇതിന് മുകളിൽ ചാടിക്കയറാൻ പറ്റില്ല. അല്ലേ ഇതിൻ്റെ മുകളിൽ
ഏതാ പിന്നെ അവിടെ ഓട്ടോ പാർട്സിന്റെ ഏരിയ ആയിരുന്ന സംഭവമുണ്ട്. അങ്ങോട്ട് ഞാൻ ഇത്തോട്ടം പോയിട്ടുണ്ടായിരുന്നു. ഓട്ടോ പാർട്സിലോട്ട് നമുക്ക് പോകാം. ഈ സ്കൂൾ ബസ്സൊക്കെ തുറക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ചില ടൈമിൽ നമ്മൾ തുറക്കുമ്പോൾ ചവിട്ടി തുറക്കുക. ചില ടൈമിൽ ഇങ്ങനെ വായിൽ ചൊയ്യുകളുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതാണ് ഓട്ടോ പാർട്സിന്റെ ഏരിയ. ഇവിടെ വലുതായിട്ട് കാണാൻ മാത്രമൊന്നുമില്ല. എന്നാലും ഇവിടെ അടച്ച് വെച്ചേക്കാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് തുറക്കും കേട്ടോ. അതുകൊണ്ട് അവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ മതിലാണ് റോക്സ്റ്റാർ ഗെയിംസ്. അത് തുറക്കും. ടെൻഷൻ വേണ്ട. 2-3 കളിയും കൂടി കഴിയുമ്പോൾ തുറക്കും. ചാടിപ്പോകും ഇല്ല. അല്ലെ ഇനിയിപ്പോൾ അപ്പുറത്തൂടെ ചുറ്റി വരേണ്ടി വരും. എങ്ങനെ പറഞ്ഞുതരാം. ഇങ്ങനെ പോയിട്ട് റബ്ബർ ബാൻഡ് കിട്ടിയിരുന്നു ആൾക്കാരെ മേലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിലൂടെ ഇവിടെ അടച്ച് വെച്ചേക്കുന്നു. ഇതിങ്ങനെ അടച്ചിട്ടല്ല ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തുറക്കും. അങ്ങോട്ട് വാങ്ങി. ഞാൻ ജിമ്മിയാണ്. എന്തിനാ പേടിക്കുന്നത്? സെക്യൂരിറ്റിനെ കണ്ടുകൊണ്ട് അവിടെ നമ്മൾ വീണ്ടും കൊടുത്തു. ഇതല്ല ഞാൻ പറഞ്ഞു. എനിക്ക് അവിടെ ഇതിലൂടെ ഇത് അടച്ചു വെച്ചാണ് നമ്മളിവിടെയാണ് നോക്കിയിട്ടുണ്ടിരുന്നത്. നമ്മളിവിടെ എത്തി. പിന്നെ അല്ല എല്ലാ വഴി അടഞ്ഞാലും നമ്മൾ ഇവിടെ ഇനി ഏണി വരാനുണ്ട്. വരും. കുറച്ച് കഴിയുമ്പോൾ വരും. ആര് പണിയെന്ന് എന്നോട് ചോദിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ വരും. ഈ സാധനം കൊടുത്ത് മാറ്റി ഇവിടെ വാതിലാവും. കേട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ എഴുതാൻ പോയ സമയത്ത് ക്ലാസ്സിലുള്ള 3 എന്നെ പിടിച്ചും ഇങ്ങനെ അടിച്ചായിരുന്നു. 3 മാത്രമേ ഉള്ളതിന് അന്ന്. ഞാൻ കുറേയൊക്കെ മുട്ടി നിന്നെങ്കിലും വലിയ പ്രശ്നമായി. വെറുതെ തമാശക്ക് എടുത്തിട്ട് അടിച്ചാണ്. മൂത്തക്കുട്ടി എന്ന് പറയും. അവൻ ചിലപ്പോൾ ഈ വീഡിയോ കാണും. ഓഹോന് ഞാനും പിന്നെ എൻ്റെ ക്ലാസ്സിലല്ല ബി സെക്ഷനിലുള്ള ഒരു തിരക്കുണ്ട്. ആൻസില്ല അവന്. പണ്ട് തമാശ കണ്ടിട്ട് അടിച്ച കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചവിട്ടി കളിക്കില്ലേ അത്. നായ 2 നായ്ക്കളുണ്ട്. എന്താ മനുഷ്യ എന്താടാ പറിക്കണേ? ഞാൻ പട്ടി എന്താടാ വിചാരിച്ചേ? ഓടിപ്പോ ഓടിപ്പിക്കാം. പറയാൻ പോ. ഇതെന്താ ഞാൻ ഇതുവരെ വരാത്തൊരു വഴി കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാ തടിയൻ തടിയൻ ഇതടിയൻ. ഇതൊക്കെ എന്താണ്? ലൈബ്രറി കയറി നോക്കണം. കയറണം കയറിയേക്കാം. കയറിയിട്ടുണ്ട്. ലൈബ്രറി പഠിക്കാം. കുറച്ച് ബുക്കൊക്കെ വായിക്കാം. നമുക്ക് നല്ല ശീലം വരട്ടെ. പഠിക്കുക, ഇരിക്കുക, കിടക്കുക, ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. നമ്മുടെ സ്വന്തം ജിമ്മിച്ചനല്ല ജിമ്മി. ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ചൊറിയാൻ നിന്ന അപ്പൊ അവിടെ എന്താ ചെയ്തോ നീ കണ്ടില്ലേ?
അയ്യോ സെക്യൂ ഒരാവശ്യത്തിലടിച്ചോ ചേട്ടാ, സോറി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.